Yes, Gavri, good morning. Good morning, sir. Asa undakadu. Yes, good morning. Good morning, Rukia. Good morning, sir. Morning. Okay, Afna. Morning. Good morning, sir. Yes, good morning. Okay. To Garabichalo. Let us start. Yes, sir. Okay. So, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കണ്ടീഷണൽ സെന്റൻസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ കണ്ടീഷണൽ സെന്റൻസിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് ക്ലോസ് എന്ന് ഞാൻ പറഞ്ഞു. ക്ലോസ് എന്താണെന്ന് പറഞ്ഞില്ലേ? സബോർഡിനേറ്റ് ക്ലോസ്, മെയിൻ ക്ലോസ് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലേ? ഇല്ല. ഓക്കെ. അപ്പൊ യൂണിറ്റ് 9 അല്ലേ സാർ? എന്തോ യൂണിറ്റ് 9 അല്ലേ? കാണാതെ. ഓക്കെ. അത് തീർന്നിട്ടില്ല, കുറച്ചും കൂടി ഉണ്ട്. അപ്പൊ നമ്മളൊരു സിമ്പിൾ പ്രസന്റ് ടെൻസിനെ കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ അല്ലേ? ഓക്കെ, അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഓക്കെ. ഓക്കെ. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്തേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതിന് മുമ്പ് ആമുഖമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാനത് പറഞ്ഞു വെക്കുകയാണ്. അപ്പൊ നമുക്കറിയാം പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ, 3 ടെൻസ് ഇംഗ്ലീഷിൽ നമ്മുടെ വെർബിൽ നമ്മൾ കാണാറുണ്ട്. ഇത് വെച്ചിട്ട് 12 ടെൻസിന്റെ ഫോം നമുക്ക് റെഡിയാക്കാം. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. അത് 3. അടുത്തത് പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. അടുത്തത് 3. അടുത്തത് പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്. പിന്നത്തെ 3 പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അങ്ങനെ 12 ടെൻസ് ഉണ്ട്. ഈ 12 ടെൻസിലാണ് ഇംഗ്ലീഷിൽ ഒരു വാചകം വരുന്നത്. ഇതല്ലാതെ വേറെ ടെൻസിൽ വരില്ല. 12 ടെൻസ്. ഓക്കെ. അപ്പൊ സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അങ്ങനെ 12 ടെൻസിന്റെ ഫോം. അപ്പൊ ഇവിടെ നമുക്ക് ഈ കണ്ടീഷണൽ ഫോം, അത് ഈ 12 ടെൻസിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് പിന്നീട് നമുക്ക് നോക്കാം. ഇപ്പോ ഇവിടെ നമ്മൾ ഈ കണ്ടീഷണൽ സെന്റൻസിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഒരു 3 ടെൻസിനെ കുറിച്ച് നമ്മൾ പറയും. 3 അല്ല 4 ടെൻസുകളെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചു പോകാം. അതെന്താണെന്ന് അറിഞ്ഞിരുന്നിട്ട് വേണം നമുക്ക് എല്ലാത്തോട്ട് കിടക്കാനായിട്ട്. യെസ്. അപ്പൊ അതില് നമ്മൾ പറയുന്നത്, ഡിസ്കസ് ചെയ്യുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിനെ കുറിച്ചാണ്. സിമ്പിൾ പ്രസന്റ്. ഇപ്പൊ നമുക്കറിയാം, ഒരു ഇംഗ്ലീഷിൽ സെന്റൻസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു സബ്ജക്റ്റ് ഉണ്ടാവും, പിന്നെ ഒരു വെർബ് ഉണ്ടാവും, ചിലപ്പോൾ ഒരു ഓബ്ജക്റ്റ് ഉണ്ടാവും, ചിലപ്പോൾ ഒരു മാനർ ഉണ്ടാവും, പ്ലേസ് ഉണ്ടാവും, ടൈം ഉണ്ടാവും, അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും.
നമുക്കതില് സബ്ജക്റ്റും വെർബും മാത്രം പരിഗണിച്ചാൽ മതി. വേറെ ഒക്കെ വിട്ടേക്ക്, ബാക്കിയുള്ളതൊക്കെ എഴുതട്ടെ. ആ സബ്ജക്റ്റും വെർബും നോക്കിക്കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും അത് ഏത് ടെൻസിലാണ് ആ വാചകം എഴുതിയിട്ടുള്ളത്. അങ്ങനെ നേരത്തെ ഞാൻ പറഞ്ഞ 12 ടെൻസിൽ ഏത് ടെൻസിലാണ് എഴുതിയിട്ടുള്ളതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ആ 12 ടെൻസിൽപ്പെട്ട ഒന്നാണ് ഈ സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ എന്താണ് സിമ്പിൾ പ്രസന്റ്? അല്ലെങ്കിൽ ഒരു വാചകം കണ്ടു കഴിയുമ്പോൾ ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് എഴുതിയിരിക്കുന്നത് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവും? അതില് സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് എങ്കിൽ അത് ഏത് ടെൻസാണ്? സിമ്പിൾ പ്രസന്റ് ആണ്. സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പ്രസന്റ് ടെൻസ്. ഓക്കെ, ഐ ഗോ ടു ടെമ്പിൾ. ഐ സബ്ജക്റ്റ്, ഗോ പ്രസന്റ് ടെൻസ് അല്ലേ? ഐ ഗോ ടു ടെമ്പിൾ. എവിടെ പോകുന്നുള്ളതൊക്കെ പോകട്ടെ, സബ്ജക്റ്റിൽ വെർബും മാത്രം നോക്കാം. സബ്ജക്റ്റിന്റെ വെർബിന്റെ പ്രസന്റ് ടെൻസ് ഉണ്ട്. അപ്പൊ അത് അത് സിമ്പിൾ പ്രസന്റ് ആണ്. അത് സിമ്പിൾ പ്രസന്റ് ആണ്. ഇനി ഞാൻ പറഞ്ഞതിന്റെ ഒരു ഓർമ്മ, തന്നിരിക്കുന്ന വാചകത്തിന്റെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ, അതായത് ഒരാളുള്ളൂവെങ്കിൽ ഹിയോ ഷിയോ ബോയ് ഗേൾ പ്ലെയർ അങ്ങനെയൊക്കെ ഒരാളുള്ളൂവെങ്കിൽ ആ വെർബിന്റെ കൂടെ ഒരു എസ് എന്ന് കൂടി ചേർക്കണം. ഇപ്പൊ ഹി ആ സബ്ജക്റ്റ് എങ്കിൽ ഹി ഗോ ടു ടെമ്പിൾ എന്ന് പറയരുത്, ഹി ഗോസ് ടു ടെമ്പിൾ. ഹി എന്ന് പറയുമ്പോൾ ഒരാളെ ഉള്ളൂ. അപ്പോ നമ്മളിപ്പോ ആദ്യം മനസ്സിലാക്കുന്ന നിയമം എന്ന് വെച്ച് കഴിഞ്ഞാല് സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസും ഉപയോഗിച്ച് കഴിഞ്ഞാലാണ് നമ്മൾ അതിന് സിമ്പിൾ പ്രസന്റ് എന്ന് പറയുക. അങ്ങനെ സെന്റൻസ് നമ്മൾ എഴുതുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർത്ത് വെക്കണം, തന്നിരിക്കുന്ന വാചകത്തിന്റെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ അതിന്റെ വെർബിന്റെ കൂടെ ഒരു എസ് എന്ന് അല്ലെങ്കിൽ ഇ എസ് എന്ന് ചേർക്കും. അത് മറക്കാതിരിക്കുക. അപ്പൊ നിങ്ങൾ ഒരു ഹെഡിങ് എഴുതുക, സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പ്രസന്റ്. അതിന്റെ അടിയിൽ എസ് പ്ലസ്, അതിന്റെ അടിയിൽ എസ് പ്ലസ്, എസ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് ആണ്. എസ് പ്ലസ് വി. വി എന്ന് പറഞ്ഞാൽ വെർബാണ്. അതിന്റെ ഷോർട്ടായിട്ട് നമ്മൾ എസ് പ്ലസ് വി. എന്നിട്ട് ആ വിയുടെ ബ്രാക്കറ്റിൽ പ്രസന്റ് ടെൻസ് എഴുതിക്കും. പ്രസന്റ് ടെൻസ്, PRESENT, പ്രസന്റ് ടെൻസ്. ഓക്കെ, അതിനെ മതി. അപ്പൊ സബ്ജക്റ്റ് പ്ലസ് വെർബ്, ആ വെർബിന്റെ പ്രസന്റ് ടെൻസുമാണ് ഉപയോഗിച്ചിട്ടുള്ളത് എങ്കിൽ അതിനെയാണ് സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്നത്. അഫ്ന, ഓക്കെ ഓക്കെ. അഫ്ന ഒരു എക്സാമ്പിൾ പറഞ്ഞേ സിമ്പിൾ പ്രസന്റിന്റെ. I go to school. ഗോ വിട്, ഗോ ഞാൻ പറഞ്ഞില്ല. Okay. വേറെ പറഞ്ഞു. He reads books. ശരിയാണ്, ഹി റീഡ്സ് ബുക്സ്. അവൻ ബുക്ക് വായിക്കാറുണ്ട്. ഹി റീഡ്സ് ബുക്ക്. ഓക്കെ, അടുത്തൊരാൾ പറഞ്ഞ വേറെ എക്സാമ്പിൾ. സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇനി സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബിന്റെ കൂടെ എന്ത് ചെയ്യണം? ഒരു എസ് കൂടി വേണം. ഓക്കെ, പറയൂ അടുത്തൊരാള്. She likes chocolate. വെരി ഗുഡ്. ഷീ ലൈക്സ് ചോക്ലേറ്റ്. ദീപാവലി. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഫസീല സഹോഡോണ പറഞ്ഞോ. Water. എന്ത് പറഞ്ഞേ? He needs water. വി ഡ്രിങ്ക്സ് വാട്ടർ അല്ലേ? He needs water. വി നീഡ് വാട്ടർ. നീഡ്സ് അല്ല, നീഡ്. എസ് സിംഗിൾ ആണെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. വി നീഡ് വാട്ടർ. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ദിവ്യ. I prepare food. വെരി ഗുഡ്. ഐ പ്രിപ്പയർ ഫുഡ്. ഗൗരി എഴുതിയ കറക്റ്റ് ആണ്. ഷീ റൈറ്റ്സ് എ സ്റ്റോറി. ഓക്കെ, ഗൗരി കഥ എഴുതാറുണ്ടോ? എഴുതിയ കറക്റ്റ് ആണ്. ഷീ ഈറ്റ്സ് ഫുഡ്. എന്താണ് ഗൗരി? I am 33 years old. യെസ്. അവിടെ നമുക്ക് ഒരു പ്രശ്നമുണ്ട്. അത് കറക്റ്റ് ആണ്. പക്ഷെ നമുക്കൊരു വെർബിന്റെ യെസ്, ഇറ്റ് ലൈക്സ് ഫുട്ബോൾ. ഓക്കെ 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 ഓക്കെ, കുഴപ്പമില്ല, ഇരിക്കട്ടെ, നമുക്ക് പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. യെസ്, ഈ സാമാന പ്രസന്റ് ആണ്. ഓക്കെ ഓക്കെ, അടുത്തത് ഞാൻ
She enjoys playing violin. Oh, okay, Needu, very good. Okay. അപ്പൊ ദീപ ഉണ്ണി, Yes, sir. അപ്പൊ എനിക്കൊരു സംശയം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, ഓക്കെ, സഹതവണ കറക്റ്റ് ആണ്. സഹദൂന എന്നാട്ടോ സാർ എന്റെ പേര്? സഹദൂന. ഒന്നുകൂടി പറഞ്ഞേ. സഹദൂന. സഹദൂര അല്ലേ? യെസ്. വെരി ഗുഡ്. ഈ പിടിച്ചാൽ കേട്ടാത്ത പേരൊക്കെ ഇട്ടതിന്റെ പ്രശ്നമായത്. യെസ്, ഓക്കെ. അപ്പോ ദീപാവലി. ഓക്കെ. He tries very hard to win. I love my nation. Okay. Very good. ദീപാവലി. Yes, sir. ഓക്കെ. അപ്പൊ ഞാൻ നേരത്തെ ഒരു പറഞ്ഞു, സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബിന്റെ കൂടെ എസ് ഇറക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഐ എന്ന് പറയുമ്പോഴും സിംഗുലർ അല്ലേ? അപ്പൊ എസ് ഇറക്കേണ്ടതല്ലേ? സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബിന്റെ കൂടെ എസ് ചേർക്കണം. സെന്റൻസ് സിംഗുലർ എന്ന് പറഞ്ഞാൽ ഒരാളുള്ളെങ്കിൽ, ഒരാളെ ഉള്ളൂങ്കിൽ, അപ്പം ഐ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോ ഒരാളല്ലേ ഉള്ളൂ. അപ്പൊ സബ്ജക്റ്റ് ഐ യു എന്നിവയുടെ കൂടെ എസ് ചേർക്കരുതെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ്, വെരി ഗുഡ്. അപ്പൊ ഞാൻ പറഞ്ഞോ ഇല്ലയോ എന്ന് ഞാനൊന്ന് ഓർക്കാൻ വേണ്ടി പറഞ്ഞു. യെസ്, ഓക്കെ. യു ആർ ഇന്റലിജന്റ്, യു ആർ സ്മാർട്ട്, വെരി ഗുഡ്. അപ്പൊ ഐയുടെ കൂടെയും യുവിന്റെ കൂടെയും എന്ത് ചേർക്കരുത്? എസ് ചേർക്കേണ്ടതില്ല. ഓക്കെ. വെരി ഗുഡ്. ഓക്കെ ദീപ, വെരി ഗുഡ്. അപ്പൊ നമ്മളത് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ സിമ്പിൾ പ്രസന്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ. ഇനി അടുത്ത ടെൻസ് നമ്മൾ നോക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ ഹെഡിങ് എഴുതി സിമ്പിൾ പാസ്റ്റ്. SIMPLE, സിമ്പിൾ, PAST, പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റ്. ഓക്കെ. ആ സിമ്പിൾ പാസ്റ്റ് എന്ന് എഴുതി അതിന് താഴെ എഴുതുക എസ് പ്ലസ് വി എന്നുള്ള വെർബിന്റെ വി ആണ്. എസ് പ്ലസ് വി ബ്രാക്കറ്റില് പാസ്റ്റ് ടെൻസ് എന്ന് എഴുതുക. ബ്രാക്കറ്റിലെ പാസ്റ്റ് ടെൻസ്. ഓക്കെ. ഇനി നമുക്കത് നോക്കാം. ഓക്കെ. സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളതെങ്കിൽ അത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലായിരിക്കും ആ വാചകം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചാൽ അതിന് സിമ്പിൾ പ്രസന്റ് എന്നും, സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് എങ്കിൽ അതിനെ സിമ്പിൾ പാസ്റ്റ് എന്നും പറയും. ഫോർമുല ഒന്ന് പറയോ? എസ് പ്ലസ് വി, വെർബ് എന്നുള്ളതിന്റെ വി ബ്രാക്കറ്റിൽ പാസ്റ്റ് ടെൻസ്, PAST, പാസ്റ്റ് ടെൻസ്. ഓക്കെ റെഡി? ഓക്കെ സാർ. ഓക്കെ. അപ്പൊ നമുക്കത് പറയാം. അപ്പൊ നമുക്ക് അതിന്റെ എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഞാനിപ്പോ എക്സാമ്പിൾ പറയുന്നു. ഷഫ്രിൻ, അതെന്താണ്? സബ്ജക്റ്റ് ആണ്. ആസ്ക്ഡ്, ASKED, ആസ്ക് പ്രസന്റ് ടെൻസ് ആണ്. അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ആസ്ക്ഡ്, ASKED, ആസ്ക്ഡ് എ ഡൗട്ട്. ഷഫ്രിൻ എന്ത് ചെയ്തു? ഒരു സംശയം ചോദിച്ചു. ഐ വെന്റ് ടു ഡൽഹി. ഐ പ്രസന്റ് ടെൻസ്, ഐ സബ്ജക്റ്റ് ആണ്. ഗോ പ്രസന്റ് ടെൻസ് ആണ്. അതിന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? വെന്റ് ആണ്. അപ്പോ ഓരോ വേർഡിന്റെയും പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നത്, വെർബിന്റെയും പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കും. പാസ്റ്റ് ടെൻസ് സബ്ജക്റ്റ് കഴിഞ്ഞ ശേഷം. ഓക്കെ. അപ്പോ സഹദൂര പറഞ്ഞിട്ടുണ്ട് ഷീ ഡിഡ് ഹെർ വർക്ക്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ. യെസ്, KC ജോർജ് പറഞ്ഞോളൂ. നിങ്ങൾ ഇനി ഓരോ വാചകങ്ങൾ പറയും. സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പാസ്റ്റ് ടെൻസ് ആയിരിക്കും. He gave me a pen. Okay. Dishes. Okay, washed. I washed. Agila, I cooked dishes. Okay. Sahadura, sir spoke in English. Okay, live at the example. Very good. Yes. She, Rizwana, right in the past tense, wrote it. Neither watched a movie. I prepared food. Shiriana. I washed my clothes. Again, Shiriana. Ruki, I completed my work. Shiriana. Giving prayer. He cleaned lesson. Okay, very good. He learned the lesson. Okay, cleaned and learned. Okay.
യെസ്. അപ്ര പറയുന്നുണ്ട് ഹി വെന്റ് ടു സൂപ്പർ മാർക്കറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്. യെസ്. സഹദൂര പറഞ്ഞിട്ടുണ്ട് ഐ ലുക്ക് ഇൻ മൊബൈൽ ഫോൺ. ഓക്കെ, വെരി ഗുഡ്. ഐ ലുക്ക് എന്നുള്ളത് കറക്റ്റ്. ഐ വാച്ച് ഐ സെർച്ച്. വെരി ഗുഡ്. ലുക്കിന് കുഴപ്പമൊന്നുമില്ല, കറക്റ്റ്. യെസ്. അപ്പൊ നമുക്ക് പിടികിട്ടിയല്ലോ. സഹദൂര വീണ്ടും എഴുതുന്നു ഐ ടുക്ക് ബ്രേക്ക്ഫാസ്റ്റ്. ഐ ക്ലീൻ എ ഡൗട്ട്. ഓ, ഷഫ്രിൻ, വെരി ഗുഡ്. യെസ്, അതാണ്, അങ്ങനെ ഇരിക്കണം. വെരി വെരി ഗുഡ്. എങ്കിൽ ഐ സോ ആൻ എലിഫന്റ്. പ്രജിത ഹി വാഷ്ഡ് ക്ലോത്ത്സ്. ഓക്കെ ഓക്കെ, അപ്പൊ അത് മനസ്സിലായി. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഇനി നമ്മൾ പറയുന്നത് അടുത്ത കാര്യത്തെ കുറിച്ചാണ്. അപ്പൊ നിങ്ങൾ ഒരു ഹെഡിങ് എഴുത്, സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ, SIMPL, സിമ്പിൾ ഫ്യൂച്ചർ. FUTURE, ഫ്യൂച്ചർ. അതിന്റെ താഴെ എഴുതുക S പ്ലസ് വിൽ, ഒരു സ്ലാഷ്, ഒരു വര വെച്ചിട്ട് ഷാൽ, അല്ല വിൽ ഓർ ഷാൽ എന്നാണ്. അപ്പൊ S പ്ലസ് വിൽ, ഒരു വര വരക്കുക സ്ലാഷ് ആയിട്ട്, എന്നിട്ട് ഷാൽ എന്ന് വെച്ചത്. വിൽ ഒരു സ്ലാഷ് വരച്ചിട്ട് ഷാൽ എന്ന് എഴുതുക. ഷാൽ പ്ലസ് വി ബ്രാക്കറ്റില് പ്രസന്റ് ടെൻസ് എഴുതുക. PRESENT, പ്രസന്റ് ടെൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് എക്സാമ്പിൾ പറയാം. ഞാൻ അതൊന്നുകൂടി പറയാം. സബ്ജക്റ്റ് എഴുതി, അത് കഴിഞ്ഞതിന് ശേഷം വിൽ അല്ലെങ്കിൽ ഷാൽ എഴുതി, പിന്നെ വെർബ് ഉപയോഗിക്കുക. ആ വെർബിന്റെ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുക. അങ്ങ് എഴുതി കഴിയുമ്പോൾ അത് ഏത് ടെൻസ് ആയിട്ട് മാറുന്നു? സിമ്പിൾ ഫ്യൂച്ചർ ആയിട്ട് മാറുന്നു. അപ്പൊ 3 ടെൻസാണ് നമ്മൾ പറഞ്ഞത്: സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. സബ്ജക്റ്റ്, അത് കഴിഞ്ഞതിന് ശേഷം വിൽ അല്ലെങ്കിൽ ഷാല്, അത് കഴിഞ്ഞതിന് ശേഷം വെർബ് ഉപയോഗിക്കുക. ആ വെർബിന്റെ പ്രസന്റ് ടെൻസ്. അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ വിൽ അല്ലെങ്കിൽ ഷാല്, ഈ കണ്ടീഷൻ സെന്റൻസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വിൽ അല്ലെങ്കിൽ ഷാല് പകരം ക്യാൻ വേണമെങ്കിൽ ഉപയോഗിക്കാം, മേ വേണമെങ്കിൽ ഉപയോഗിക്കാം, അങ്ങനെയുള്ള വാക്കുകളും ഓക്സിലറി വേർഡുകൾ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, അതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. നിങ്ങൾ തൽക്കാലം ഇത് മനസ്സിലാക്കുക, വിൽ അല്ലെങ്കിൽ ഷാൽ. ഓക്കെ, ഐ വിൽ ടെൽ യു വൺസ് മോർ. സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് വെർബ്, ആ വെർബിന്റെ പ്രസന്റ് ടെൻസ്. ഓക്കെ, അപ്പൊ ഞാൻ അതിന്റെ ഒരു എക്സാമ്പിൾ പറയണം. ഐ വിൽ ഗോ ടു ഡൽഹി ടുമോറോ. നാളെ ഞാൻ ഡൽഹിക്ക് പോകും. ഐ വിൽ ഗോ ടു ടുമോറോ. ഐ വിൽ ഡ്രിങ്ക് കോഫി. ഞാൻ ചായ കുടിക്കും. ഐ വിൽ വിസിറ്റ് തിരുവനന്തപുരം. ഞാൻ തിരുവനന്തപുരം സന്ദർശിക്കും. യു വിൽ കം ടു മീ. നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരും. സഹദൂര വി വിൽ സ്റ്റഡി. ഓക്കെ, എഴുതിക്കോളൂ. ഐ വിൽ കോൾ യു ലേറ്റർ. ഓക്കെ അഖില, ഐ വിൽ കോൾ യു ലേറ്റർ. യെസ്. ഐ വിൽ ക്ലീൻ മൈ ഹൗസ്. ഓക്കെ, ഐ വിൽ ബിക്കം എ, വെരി ഗുഡ് സൈബ. ഐ വിൽ ബിക്കം എ ടീച്ചർ. ഓക്കെ, ലെറ്റ് യുവർ ഡ്രീം ബി ഫുൾഫിൽഡ്. I shall give a book. I will write examination. Rukia. Yes. Subject എഴുതുക, will അല്ലെങ്കിൽ shall എഴുതുക, പിന്നെ verb എഴുതുക, അതിന്റെ present tense ഉപയോഗിക്കുക. She will learn English. Anna Roy, very good. Yes. I shall write a letter. Okay. Sahadura, I will come, he will come tomorrow. Okay, Parvati, I will come tomorrow. Jinsi, very good. I will return her book. Okay, Nidu, I will watch movie tomorrow. Alfia, I will complete my course within 1 year. Okay, that is nice. Sahadura, I will go to trip. Yes. യെസ്, അപ്പൊ അത് മനസ്സിലായല്ലോ. 3 ടെൻസ് മനസ്സിലായി. ഇനി
റെജീന, ഐ വിൽ ഗോ ടു സ്ലീപ്. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഇപ്പോൾ കണ്ടോ, ഐ വിൽ ഗോ ടു സ്ലീപ്. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു 3 ടെൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. ഒരെണ്ണം ചോട്ടെ, പറഞ്ഞോളൂ. വില്ല് ചേർത്താലും ഷോള് ചേർത്താലും തെറ്റൊന്നുമില്ലല്ലോ. ഏത് വേണമെങ്കിലും നമുക്ക് ചേർക്കാൻ പാടില്ലേ? അത് ഐയും ബിയും വരുമ്പോ ശാല ചേർത്താൽ മതി. അത് അറിയില്ലായിരുന്നു, ഐയും ബിയും വരുമ്പോ അല്ലേ? പിന്നെ അതിലെ വേറെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് പിന്നീട് പഠിക്കാം കേട്ടോ. ഐയും ബിയും വരുമ്പോ നമ്മൾ ഈ വോളിബോൾ ഒക്കെ കളിക്കുമ്പോൾ ഇങ്ങനെയാണോ നമുക്ക് കൺഫേം ആയ കാര്യങ്ങൾ വില്ലും ഒരു അത്രക്ക് ഉറപ്പില്ലാത്തത് ഷോളും അങ്ങനെയാണോ? ഓക്കെ ഓക്കെ ഓക്കെ. ഐ വിൽ, വിൽ ഇറ്റ് ഇസ് എ ഡിറ്റർമിനേഷൻ ആണ്. ഐ വിൽ ഡു ദിസ്, ഞാൻ ചെയ്തിരിക്കുന്നതാണ്. അതൊന്നുകൂടി പറയാമോ സാർ? കൺഫേം ആയ കാര്യങ്ങൾക്ക് വില്ല്, കൺഫേം അല്ലാത്ത കാര്യങ്ങൾക്ക് ഷോൾ, അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. മനസ്സിലായില്ല ശരിക്കും. ഓക്കെ ഓക്കെ, തൽക്കാലം നമുക്കത് പിന്നീട് ഇതിന്റെ അത് വേറൊരു സംഗതി വരുന്നുണ്ട്, വില്ല് കുട്ടൊക്കെ വരുന്ന ഒരു സംഗതി വരുന്നുണ്ട്. അപ്പോ ഇപ്പോ ഐ ഷാൽ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ആണ്, ഐയും ബിയും. അതിന്റെ കൂടെ ഷാൽ ഉപയോഗിക്കുക. ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ആണ് സബ്ജക്ട് ഐ, അതിന്റെ പ്ലൂറൽ ആണ് ബി. ഐയുടെ കൂടെയും ബിയുടെ കൂടെയും ഷാൽ. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പോകെ പോകെ പറയാം കേട്ടോ. ഐയുടെ കൂടെയും ബിയുടെ കൂടെയും, ബി സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ ഷാൽ ഉപയോഗിക്കും. ഓക്കെ, ദീപ എന്താ പറഞ്ഞേ? അത് സാറ് നമ്മൾ എന്തെങ്കിലും ചെയ്തോട്ടെ എന്നൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുമ്പോ ഐ ഷാൽ അങ്ങനെയും യൂസ് ചെയ്യില്ലേ? ഒരു റൂമിന്റെ പുറത്ത് നിൽക്കുകയാണ് എന്ന് വിചാരിക്കും. ദീപ അകത്തോട്ട് വന്നോട്ടെ എന്ന് ചോദിക്കും. അല്ല, നമ്മൾ കോമൺ ആയിട്ട് പെർമിഷൻ ചോദിച്ചു കഴിയുമ്പോൾ നമ്മൾ എന്താ അവിടെ ഉപയോഗിക്കുന്നത് വേറെ വേടില്ലേ? ഞാൻ ചോദിച്ചത് അപ്പൊ നമ്മളൊരു വരാമോ? അത് തന്നെ നമുക്ക് വേണമെങ്കിൽ വേറെ വേർഡും കൂടി കുറച്ചും കൂടി പൊളൈറ്റ് ആയിട്ടുള്ള മേ ഐ കം ഇൻ. മേ ഐ കം ഇൻ, അത് വളരെ ഭവ്യതയും വളരെ എളിമയുമുള്ള ഒരു വേർഡാണ്. എന്ത് സാധനം ഇരിക്കുന്ന വേറെ ആരെങ്കിലും ഇരിക്കുന്ന കാണുമ്പോൾ നമ്മൾ എടുത്തോണ്ട് മേ ഐ ടേക്ക് ഇറ്റ്. അപ്പൊ മേ ഐ ടേക്ക് ഇറ്റ് എന്നൊരു മുഴുവൻ പറയണ്ട, മേ ഐ അത്രയും പറഞ്ഞാൽ മതി. ബാക്കിയുള്ള കാര്യം അണ്ടർസ്റ്റുഡാണ്. മേ ഐ, യെസ്. ഓക്കെ, ഷാൽ ഐ ഗോ? ഓക്കെ ഓക്കെ, റെജീന പറയാറുണ്ട്. ശരിയാണ് ശരിയാണ്, യെസ്. ഓക്കെ ഓക്കെ ഓക്കെ, അത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിന്റെ ക്വസ്റ്റ്യൻ മോഡലുള്ള വേർഡാണത്. അതായത് ഓക്സിലറി വെർബ് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ചോദ്യമായിട്ട് മാറും. ഓക്കെ, അതാണ്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു വിൽ അല്ലെങ്കിൽ ഷാൽ വെർബിന്റെ പ്രസന്റ് ടെൻസ്. ഓക്കെ, ഇനി ഒരു ടെൻസ് കൂടി നമുക്കിവിടെ നോക്കണം, അതാണ് പാസ്റ്റ് പെർഫെക്റ്റ്. അടുത്ത ഹെഡിങ് ഏത്? പാസ്റ്റ് പെർഫെക്റ്റ്. PAST, past perfect. PERFECT, perfect. Past perfect. Past perfect. Past perfect. Past perfect എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിന്റെ അടിയിൽ S plus had plus had HAD plus verb എന്നുള്ളതിന് ബി ഇട്ടാൽ മതി. ബി S plus had plus V verb. ആ ബി എന്ന് എഴുതിയിട്ട് ബിയുടെ ബ്രാക്കറ്റില് പാസ്റ്റ് പാർട്ടിസിപ്പിൾ നിന്ന് പാസ്റ്റ് പാർട്ടിസിപ്പിൾ നിന്ന്. ഓക്കെ, അതായത് ഞാൻ ഒന്നുകൂടി പറയാം, റിപ്പീറ്റ് ഇറ്റ്. ആദ്യം എന്ത് സബ്ജക്റ്റ് എഴുതുന്നു, പിന്നെ ഹാഡ് ഉപയോഗിക്കുന്നു, പിന്നെ വെർബ് എഴുതുന്നു. ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ മൂന്നാമത്തെ പോകും. V3 ഇല്ലേ? V3 എന്ന് പറയുന്നതും പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പൊ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിരുന്നു V3 ഉപയോഗിക്കും. ഞാൻ എക്സാമ്പിൾ പറയാം. ഐ ഹാഡ് മിസ്റ്റേക്കൻ യു. മിസ്റ്റേക്ക്, മിസ്റ്റേക്ക്, മിസ്റ്റേക്കൻ ഉണ്ടാ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഐ ഹാഡ് മിസ്റ്റേക്കൻ യു, ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിച്ചു. അടുത്ത് പറയാം, ഷീ ഹാഡ് സ്റ്റഡീഡ്. STUDIED, സ്റ്റഡീഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. സ്റ്റഡീഡ് ആണ്. ഷീ ഹാഡ് സ്റ്റഡീഡ് ഇംഗ്ലീഷ് പോയം.
അവൾ എന്ത് പഠിച്ചു? ഇംഗ്ലീഷ് കവിത പഠിച്ചിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് കുക്ക് ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ സബ്ജക്റ്റ് എഴുതുക. ഓക്കെ, സഹദൂര വി ഹാഡ് വർക്ക്. ശരിയാണ്. സബ്ജക്റ്റ് ഹാഡ്, പിന്നെ വെർബിന്റെ മൂന്നാമത്തെ ഫോം ഉപയോഗിക്കും. ഓക്കെ, പറഞ്ഞോളൂ. we had taken the breakfast. Okay, Sudhi, we had played cricket. Agila, okay. Yes, വെർബിന്റെ മൂന്നാമത്തെ ഫോം ഉപയോഗിക്കുക. അത് ഓർമ്മയിലുണ്ടായാൽ മതി. കേസി, അഫ്രീഡ ഒന്നും വന്നില്ലല്ലോ. I had cut a plan. Gaviri, okay. We had learned lessons well. Okay. I had finished my work. Okay. We had written notes. Okay, Rukia. We had bought new clothes. Okay. You see, I had washed clothes. Regina, I had seen the film. Okay, I had taught my child. Okay. Syrian. Okay. Yes. Okay. Ramu played cricket. അപ്പൊ അവിടെ ഹാഡ് ചേർക്കാൻ വിട്ടുപോയി ദീപ. ആ പ്ലേഡിന് മുന്നിലൂടെ ഹാഡ് കൂടി ചേർത്തു. യെസ്, വി ഹാഡ് ഗോൺ ടു ഇന്ത്യ. യെസ്, അപ്പൊ ഇപ്പൊ എവിടെയാണ്? ഇന്ത്യക്ക് പുറത്താണ് അല്ലേ? യെസ്, ഓക്കെ. ഐ ഹാഡ് അതില ഫിനിഷ് പ്രസന്റൻസ് ആണ്, അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫിനിഷ്ഡ്. ഒരു ഇഡിന്ന് കൂടി ചേർത്തോളൂ. ഓക്കെ, പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാൻ പാടില്ല, പാസ്റ്റ് ടെൻസ്. ഓക്കെ. സർ ഹാഡ് ടേക്കൻ ഇംഗ്ലീഷ് ക്ലാസ്. ഓക്കെ, വീണ്ടും വന്നിരിക്കുകയാണ് അല്ലേ? സഹദൂര, വെരി ഗുഡ്. ഓക്കെ. ദേ ഹാഡ് റുക്കിയ വെൻഡൽ പാസ്റ്റ് ടെൻസ് ആണ്. ഗോൺ. ഐ ഹാഡ് ഫൗണ്ട് എ ന്യൂ ജോബ്. ഓക്കെ, വെരി ഗുഡ് ഗില. ഐ ഹാഡ് കുക്ക്ഡ് ഫുഡ്. ഓക്കെ. ശരിയാണ്. ഓക്കെ, അപ്പൊ ഇത് 4 എണ്ണം, മൊത്തം 12 എണ്ണമുണ്ട്. നമ്മളിപ്പോ തൽക്കാലം ഈ കണ്ടീഷണൽ ക്ലോസ് പഠിക്കാൻ വേണ്ടിയിട്ട് 4 എണ്ണം നമ്മൾ പഠിച്ചു വെച്ചതാണ്. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, ഇനി പാസ്റ്റ് വരെ. ഇതിനെ മുഴുവൻ നമ്മൾ വീണ്ടും എടുക്കട്ടെ ഒന്നും കൂടി. അപ്പൊ ഇതൊന്നും കൂടി പറയും. ഓക്കെ, ഓർഡറിലാണ് പറഞ്ഞു പോകും. യെസ്, ഓക്കെ. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, അതിനോടൊപ്പം തന്നെ പാസ്റ്റ് പെർഫെക്റ്റ്. യെസ്, റെഡിയാണ്. ഇനി നമുക്ക് ഈ കണ്ടീഷണൽ ക്ലോസ് നമ്മൾ പറയുമ്പോൾ ഓക്കെ, അപ്പൊ ഇത് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. 4 ടെൻസുകൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്, എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഇതിന്റെ ആവശ്യം വരും. അപ്പൊ നമുക്ക് അത് എടുക്കാൻ തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഓക്കെ, ഞാനിപ്പോ വേറൊരു സെന്റൻസ് നിങ്ങളോട് പറയുകയാണ്. ആ സെന്റൻസ് ഇതാണ്. എനിക്ക് if you work hard, you will pass. If you work hard, you will pass. Okay. ദിവ്യ, സാറ വില്ല് കഴിഞ്ഞിട്ട് എന്താണ്? എന്തോ വില്ല് കഴിഞ്ഞിട്ടുള്ള വേർഡ് എന്തായിരുന്നു? You will pass. PASS, pass. If you work hard, you will pass. അപ്പൊ ദിവ്യനെ കിട്ടാത്തതുകൊണ്ട് ഞാൻ ഋഷുവാനെ തന്നെ വിളിക്കുകയാണ്. ഓക്കെ, ഒന്ന് വായിച്ചേ ഋഷുവാന. If you work hard, you will pass. എന്താ അതിന്റെ അർത്ഥം? അല്ലാതെ അർത്ഥം പറയുമ്പോഴത്തെ വാക്കുണ്ട്. വർക്ക് ജോലി ചെയ്യുക, ഹാർഡ് കഠിനമായി, പാസ് വിജയിക്കുക. ഓക്കെ, ഇനി ഞാൻ അർത്ഥം പറഞ്ഞു നോക്കി. ഞാൻ വർക്ക് വിജയകരമായി ചെയ്തു. പ്രയത്നിച്ചാൽ വിജയം എന്നാണോ? എന്തോ പ്രയത്നിച്ചാൽ വിജയം ഉണ്ടാകും, അങ്ങനെ എങ്ങാനാണോ? ഓക്കെ, അത് തന്നെ സംഭവം തന്നെ, വ്യത്യാസമൊന്നുമില്ല. കറക്റ്റ്, ഏതാണ്ട് അത് തന്നെയാണ്. ഓക്കെ, കഠിനമായി നന്നായിട്ട് വർക്ക് ചെയ്താല് നമുക്ക് നീ പാസ്സാവും. കഠിനമായി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നീ ഉറപ്പായിട്ടും പാസ്സാവും. ഓക്കെ. ഇഫ് യു വർക്ക് ഹാർഡ്, കഠിനമായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ, പ്രയത്നിക്കുകയാണെങ്കിൽ, യു വിൽ പാസ്, നീ പാസ്സാകും.
അഖില, ഈ സെന്റൻസിനെ നമുക്ക് രണ്ടായിട്ട് വേണമെങ്കിൽ വിഭജിക്കാം അല്ലേ? ഇവിടെ മുതൽ ഇവിടം വരെ ഒന്ന്, അവിടെ മുതൽ അവിടെ വരെ രണ്ടായിട്ട് വിഭജിക്കാൻ പറ്റും. ഓക്കെ. എവിടെ ഇട്ട് നമുക്കൊരു രണ്ടാക്കാൻ പറ്റൂല? ഫുൾ സ്റ്റോപ്പ് അല്ല, ഒരു കോമെങ്കിലും പോകുന്നുണ്ടെങ്കിൽ എവിടെ ഇടാൻ പറ്റും? ഹാർഡ് കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞൊരു കോമ ഇടാം. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്, യു ആർ റൈറ്റ്, വെരി ഗുഡ്. ഓക്കെ, ഇഫ് യു വർക്ക് ഹാർഡ്, നീ കഠിനമായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ, അവിടം വരെ ഒരു ഭാഗമായിട്ട് എടുക്കുക സെന്റൻസിന്റെ. അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത് നമുക്ക് പറയാം യു വിൽ പാസ്, നീ പാസ്സാകും. അപ്പോ ഈ സെന്റൻസിന്റെ നമുക്ക് രണ്ട് ക്ലോസുകളായിട്ട് തിരിക്കും. ഏതൊക്കെ ഒരു ക്ലോസ്? ഇഫ് യു വർക്ക് ഹാർഡ് എന്നുള്ളത് ഒരു ക്ലോസും യു വിൽ പാസ് എന്നുള്ളത് രണ്ടാമത്തെ ക്ലോസും. അപ്പൊ ഒരു സെന്റൻസ് എടുത്തു കഴിഞ്ഞാല് ആ സെന്റൻസിൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ക്ലോസുകൾ ഉണ്ടാവാം. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം പൊതുവായിട്ട് നമുക്ക് എത്തിച്ചേരാം. എ സെന്റൻസ് കൺസിസ്റ്റ് ഓഫ് മോർ ദാൻ വൺ ക്ലോസസ്. ഒരു സെന്റൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഒന്നിൽ കൂടുതൽ ക്ലോസുകൾ ഉണ്ടാകാം. അങ്ങനെ രണ്ടോ മൂന്നോ ക്ലോസുകൾ കൂടിച്ചേരുമ്പോഴാണ് അതൊരു സെന്റൻസ് ആവുന്നത്. അപ്പോൾ ആ സെന്റൻസ് കഴിയുമ്പോൾ നമുക്ക് ഫുൾ സ്റ്റോപ്പ് ഉള്ളത്. അതിന്റെ ഇടയ്ക്ക് വന്നതൊക്കെ എന്തായിരിക്കും? കോമയായിരിക്കും. ഒരു സെന്റൻസ് എന്ന് പറയുമ്പോൾ തുടങ്ങി ലാസ്റ്റ് ഫുൾ സ്റ്റോപ്പ് വരുന്നത്. അപ്പോൾ ഒരു സെന്റൻസിൽ ധാരാളം ക്ലോസുകൾ ഉണ്ടാകും. ഓക്കെ, അതൊരു കോമൺ ആയിട്ട് നമ്മൾ പറഞ്ഞു പോയതാണ്. ഓക്കെ, ഇനി നമുക്കിനി അടുത്തൊരു കാര്യം നോക്കാം. ഷഫ്രീൻ, അപ്പൊ അതില് ഓക്കെ, അതില് നമ്മൾ ആദ്യത്തെ ക്ലോസ് പറയേണ്ടത് ഇഫ് യു വർക്ക് ഹാർഡ്, അത്രയും വരെ പറയുന്നുള്ളൂ. അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ കഠിനമായി അധ്വാനിക്കുകയാണെങ്കിൽ. ഓക്കെ, അത് ആരോടെങ്കിലും ഇപ്പൊ കേസിനോടൊക്കെ ഒന്ന് കണ്ടപ്പോ നേരിട്ട് ഞാൻ പറഞ്ഞിട്ട് ബാക്കി മിണ്ടാണ്ട് പോയി കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും? ഇത്രേ പറയുള്ളൂ. കഠിനമായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അത് ബാക്കി പറയണില്ലെന്ന് വിചാരിക്കും. എന്ത് വിചാരിക്കും? കേസ് എന്ത് വിചാരിക്കും? എന്താന്ന് മനസ്സിലാവില്ല, കംപ്ലീറ്റ് അല്ല സെന്റൻസ്. ഞാൻ ഷെഫിനെ കണ്ടപ്പോ ഈ ഒരു വാചകത്തിന്റെ ഇഫ് യു വർക്ക് ഹാർഡ് എന്ന് വരെ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ മിണ്ടാതെ പോയി. അപ്പൊ ഷെഫിന് എന്ത് വിചാരിക്കും? ബാക്കി എന്തോ പറയാനുള്ള പോലെ, എന്തോ കംപ്ലീറ്റ് ഇൻകംപ്ലീറ്റ് ആയിട്ട് പറയാനുള്ള പോലെ തോന്നുന്നു അല്ലേ? അല്ലെങ്കിൽ എന്ത് വിചാരിക്കും? ആൾക്ക് എന്തോ കിളി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു, വാചകം മുഴുവനാകുന്നില്ലല്ലോ എന്നും പറയും അല്ലേ? പൂർത്തിയല്ല, പൂർണ്ണമായിട്ടില്ല. അത് തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. ഇഫ് യു വർക്ക് ഹാർഡ്, നീ കഠിനമായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ, അത്രയും വരെ പറഞ്ഞിട്ട് നമ്മൾ മിണ്ടാതെ പോയി കഴിഞ്ഞാൽ അത് അർത്ഥം കൊണ്ട് പൂർത്തിയാവണില്ല അല്ലേ? അങ്ങനെ അർത്ഥം പൂർത്തിയാകാതെയുള്ള ക്ലോസുകളെ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയും. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു സെന്റൻസില് ഒന്നിലധികം ക്ലോസുകൾ ഉണ്ട്. പേരാണ് സബോർഡിനേറ്റ് ക്ലോസ്. അതുകൊണ്ട് ഈ സെന്റൻസിൽ ഇഫ് യു വർക്ക് ഹാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? ഒരു ക്ലോസ് ആണ്. എങ്ങനെയുള്ള ക്ലോസ് ആണ്? സബോർഡിനേറ്റ് ക്ലോസ് ആണ്. എന്തുകൊണ്ട് നമ്മൾ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നു? അത്രയും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം പൂർത്തിയാകുന്നില്ല. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി റെജീന. ഓക്കെ, അപ്പോ ഇഫ് യു വർക്ക് ഹാർഡ് എന്നുള്ളത് അത്ര ഇല്ല എന്ന് വിചാരിക്കുക. അത്ര ഇല്ല. ഞാൻ അടുത്ത ക്ലോസ് ആണ് പറയണത്. റെജീന നോക്കിയിട്ട് പറയണം യു വിൽ പാസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ മിണ്ടാതെ പോയി കഴിഞ്ഞാൽ വല്ലതും തോന്നുന്നു റെജീനക്ക്? എങ്ങനെയാണ് പാസ്സാവുന്നത്? എന്തിന്റെ കാര്യത്തിലാണ് പാസ് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. യു വിൽ പാസ്. അർത്ഥം പൂർത്തിയാവുന്നുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. പൂർത്തിയാവുന്നില്ല, അത് മനസ്സിൽ ചിന്തിക്കുക. അത് ഏത് രീതിയിലുള്ള പാസ്സാണെന്നുള്ളൊരു ചിന്ത വരും. എങ്ങനെ ഏത് രീതിയിലുള്ള പാസ് ആണെന്നുള്ളത്. അപ്പൊ റെജീന ഭയങ്കരമായിട്ട് അത് കംപ്ലീറ്റ് അല്ലേ സാർ ആ സെന്റൻസ്? അത് കംപ്ലീറ്റ് ആവൂല. നീ പാസ്സാവും, അത് കംപ്ലീറ്റ് ആവൂലേ? കഠിനാധ്വാനം ചെയ്തില്ലെങ്കിലും വെറുതെ ചെയ്താലും പാസ്സാവും എന്നുള്ള അർത്ഥം നീ വരുന്നുണ്ട്. പാസ്സാവും എന്നുള്ളതല്ലേ? അത് കറക്റ്റ് അല്ലേ? പ്രശ്നം എനിക്ക് സംഭവം. അത് ഏത് രീതിയിൽ കഠിനമായി ശ്രമിക്കേണ്ട ആവശ്യമില്ല. അതങ്ങനെ പറയുന്നില്ല. എങ്ങനെയാണെങ്കിലും പാസ്സാവും.
റെജീനെ കണ്ടിട്ട് ഞാൻ പറയണം യു വിൽ പാസ്, നിങ്ങൾ പാസ്സാകും എന്ന് പറയുമ്പോൾ അർത്ഥം ശരിയായി. പിന്നെ റെജീന അതിൻ്റെ അത് കടന്നു ചിന്തിച്ചു, എങ്ങനെ പാസ്സാകും വിത്ത് ഫുൾ A+ ആണോ, അല്ലെങ്കിൽ 9 A+ ഒരു A ആണോ, അല്ലെങ്കിൽ എല്ലാം A ആണോ എന്നൊക്കെ റെജീന ചിന്തിച്ചു. ആ വശത്തോട്ട് അങ്ങനെ ചിന്തിക്കണ്ട. നിങ്ങൾ പാസ്സാകും എന്ന് പറയുമ്പോൾ അർത്ഥം മറ്റതിനേക്കാളും താരതമ്യം നോക്കൂ, ഒരു കറക്റ്റ് ആയിട്ട് നിങ്ങൾ പാസ്സാകും. അപ്പൊ റെജീനെ നമുക്ക് അങ്ങനെ ചിന്തിക്കാം. ഇത്രയും പേർക്ക് ഇങ്ങനെ മനസ്സിലായില്ലേ? അപ്പോ യു വിൽ പാസ്, നിങ്ങൾ പാസ്സാകും, അത് അർത്ഥം കംപ്ലീറ്റ് ആണ്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ. അതിനകത്ത് അർത്ഥം കംപ്ലീറ്റ് ആയില്ല എന്ന് റെജീനെ പോലെ അഭിപ്രായമുള്ള ആരെങ്കിലും പറഞ്ഞോളൂ. റെജീനെ ഇപ്പൊ നമ്മൾ പറഞ്ഞ് സമാധാനിപ്പിച്ചു. ഇനി ആരെങ്കിലും ഉണ്ടാ നോക്കട്ടെ. ഇനി ആർക്കെങ്കിലും അല്ല സാർ, കംപ്ലീറ്റ് ആയിന്നാണോ ആയില്ല എന്നാണോ ഇപ്പൊ പറയണേ? ആകെ കൺഫ്യൂഷൻ ആയില്ലോ. കംപ്ലീറ്റ് ആയി. കംപ്ലീറ്റ് ആയി. യു വിൽ പാസ് കംപ്ലീറ്റ് ആയി, നീ പാസ്സാകും. നേരെ മറിച്ച് അതിന്റെ ആദ്യത്തെ ഭാഗം ഇഫ് യു വർക്ക് ഹാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം പൂർത്തിയാവുന്നില്ല. നീ കഠിനമായിട്ട് ശ്രമിക്കുക, നീ കഠിനമായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ എന്ന് പറയുമ്പോൾ അർത്ഥം പൂർത്തിയാകുന്നില്ല. മറ്റേ അർത്ഥം പൂർത്തിയായി, യു വിൽ പാസ്. ഓക്കെ, അങ്ങനെ അർത്ഥം പൂർത്തിയാകുന്ന ക്ലോസുകളെ അതിനെ പറയുന്ന പേരാണ് മെയിൻ ക്ലോസ് എന്ന് പറയും. അപ്പൊ 2 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഒരു സെന്റൻസിൽ ഒന്നോ ഒന്നിലധികമോ ക്ലോസുകൾ വരാം. ആ ക്ലോസുകളില് അർത്ഥം പൂർത്തിയാകുന്ന ക്ലോസുകളെ മെയിൻ ക്ലോസ് എന്നും അർത്ഥം പൂർത്തിയാകാത്ത ക്ലോസുകളെ സബോർഡിനേറ്റ് ക്ലോസ് എന്നും വിളിക്കുന്നു. പിടികിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു. ഈ അർത്ഥം പൂർത്തിയായ തൊട്ട് വിളിക്കണ അതിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞുതരോ? മെയിൻ ക്ലോസ്, MAIN, മെയിൻ. മെയിൻ ക്ലോസ് ഒന്ന് സബോർഡിനേറ്റ്, അടുത്തത് മെയിൻ. മെയിൻ ക്ലോസ് എന്ന് പറയാം, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ക്ലോസ് എന്ന് പറയാം. വേറെ പേരുകൾ അപ്പൊ ഞാനിപ്പോ 2 പേര് മാത്രം പറഞ്ഞുള്ളത് മാത്രമുള്ളൂ. മെയിൻ ക്ലോസ്, മെയിൻ പ്രധാനപ്പെട്ടത്. ഓക്കെ, അപ്പോ ഷഹാന, ഞാനിപ്പോ പറഞ്ഞത് തിരിച്ചും കൂടി പറഞ്ഞ്, അതായത് പറയേണ്ടത് ഇതാണ്, ഒരു സെന്റൻസിൽ ഒന്നിലധികം ക്ലോസുകൾ വരാം. അതിൽ അർത്ഥം പൂർത്തിയാവുന്ന ക്ലോസുകളെ മെയിൻ ക്ലോസ് എന്നും അർത്ഥം പൂർത്തിയാവാത്ത ക്ലോസുകളെ സബോർഡിനേറ്റ് ക്ലോസ് എന്നും പറയും. ഞാനിപ്പോ പറഞ്ഞില്ലേ, ഷഹാനെയാണ് പഠിപ്പിക്കണമെന്ന് വിചാരിക്കേ. കുട്ടികളെ പഠിപ്പിക്കുമ്പോ പറഞ്ഞു കൊടുക്കുമ്പോ പറയണ പോലെയാണ് പറഞ്ഞത്. ഒരു സെന്റൻസിൽ ചിലപ്പോ 2 ക്ലോസുകൾ വരാറുണ്ട്. ഇതില് അർത്ഥം പൂർത്തിയാകാത്ത ക്ലോസുകളിൽ ഒരു മിനിറ്റ്, 2 2 കൂടുതലോ എത്ര വേണമെങ്കിലും വരാം. 2 2 കൂടുതലോ ക്ലോസുകൾ വരാറുണ്ട്. ഇതില് അർത്ഥം പൂർത്തിയാകാത്ത ക്ലോസുകളിനെയാണ് സബോർഡിനേറ്റ് ക്ലോസുകൾ എന്ന് പറയുന്നത്. പിന്നെ അർത്ഥം പൂർത്തിയാക്കുന്ന ക്ലോസുകളിനെ മെയിൻ ക്ലോസ് എന്ന് പറയുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഇഷ്ടമാണ്, വെരി ഗുഡ്. ഓക്കെ, ഇത് മനസ്സിലായല്ലോ? ഇത് മനസ്സിലാവാത്തല്ലോ? ഇത്രയും വരെ ഓക്കെ അല്ലേ? അപ്പോ നമ്മൾ 4 ടെൻസുകളെ കുറിച്ച് പറഞ്ഞു. ക്ലോസ് എന്താണെന്ന് പറഞ്ഞു, മെയിൻ ക്ലോസ് എന്താണെന്ന് മനസ്സിലായി, സബോർഡിനേറ്റ് ക്ലോസ് എന്താണെന്ന് മനസ്സിലായി. ഓക്കെ, ഓക്കെ, റെഡി. അപ്പൊ ഇനി അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ നേരത്തെ നമ്മൾ ആ ടെൻസിനെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞ പോലെ ആ 4 ടെൻസ് അവിടെ നിൽക്കട്ടെ. ഈ ഒരു കാര്യം കൂടി ഇവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് നേരത്തെ എഴുതിയ വാചകത്തിലോട്ട് കൂടി മടങ്ങി വരാം. ഓക്കെ, അപ്പോ എന്തൊക്കെ? ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്. അപ്പൊ അതിന്റെ അകത്ത് ഇഫ് യു വർക്ക് ഹാർഡ് എന്ന് പറയുന്ന ആ സെന്റൻസ് അത്രയും വരെ, ആ ക്ലോസ്, ഇഫ് യു വർക്ക് ഹാർഡ് എന്ന് പറയുന്ന ആ ക്ലോസ് ലിമി യെസ്, ലിമി ഇല്ല. പ്രജിത, നിങ്ങളെ മിണ്ടാണ്ട് എല്ലാ പ്രജിത പുറത്താണോ? ഓക്കെ, ഐ വിൽ. നമ്മളിപ്പോ നേരത്തെ എഴുതിയിരിക്കുന്ന വാചകം, അതായത് ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ് എന്നുള്ളതിൽ യു വിൽ പാസ് എന്നുള്ളത് നമ്മൾ തൽക്കാലം അടച്ചു വെക്കുന്നു. യു വിൽ പാസ് എന്നുള്ളത് ഇല്ല.
ഇഫ് യു വർക്ക് ഹാർഡ് എന്നാണ് ഉള്ളത്. അപ്പൊ ഷഫ്രിൻ തന്നെ പറഞ്ഞു കേട്ടോ. ഇഫ് യു വർക്ക് ഹാർഡ് എന്ന് പറയുന്ന അത്രയും എഴുതിയത് നമ്മൾ നേരത്തെ പഠിച്ച 4 ടെൻസിൽ ഒരു ടെൻസിലാണ് പറഞ്ഞത്. ഏത് ടെൻസിലാണെന്ന് പറയാമോ? സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റ്. എങ്ങനെ മനസ്സിലായി? സബ്ജക്റ്റ് ഉണ്ട് യു. ഇപ്പൊ അല്ല യു സബ്ജക്ട്, യു കണ്ടീഷനായിട്ട് ഉപയോഗിക്കുന്ന വേടാണ്. സബ്ജക്റ്റ് യു ആണ്. അതിനുശേഷം വർക്ക് പ്രസന്റേഷൻ അല്ല, സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റേഷനും വന്നു. അപ്പൊ അപ്പുറത്ത് എന്ത് വന്നു? സിമ്പിൾ പ്രസന്റ് ആയത്. ആ സിമ്പിൾ പ്രസന്റ് ആണെന്ന് ഷഫ്രിൻ പറഞ്ഞു. അത് ശരിയാണ്. അതിനകത്ത് ആർക്കെങ്കിലും തറക്കൂലല്ലോ? റജീന, അതിന്റെ അകത്ത് സംശയം ഉണ്ടോ? യെസ്, ഓക്കെ. സ്നേഹ വിപിൻ, കെ സി ജോർജ്. ഓക്കെ. അപ്പൊ ലൈനിൽ നിന്ന് കേട്ടോ. നോക്കിയേ, ഇഫ് യു വർക്ക് ഹാർഡ് എന്ന് പറയുന്ന ആ ക്ലോസിന്റെ ടെൻസ് സിമ്പിൾ പ്രസന്റ് ആണെന്ന് ഷഫ്രിൻ പറഞ്ഞു. ഇനി ഞാൻ കേസിനോട് ചോദിക്കുന്ന ചോദ്യം, ഇഫ് യു വർക്ക് ഹാർഡ് എന്നുള്ള സെന്റൻസ് ഇല്ലാന്ന് വിചാരിക്കും. അത്ര ഇല്ല, അല്ല ആ ക്ലോസ് ഇല്ലാന്ന് വിചാരിക്കും. സെന്റൻസ് അല്ല, ആ ക്ലോസ് ഇല്ലാന്ന് വിചാരിക്കും. യു വിൽ പാസ് എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ യു വിൽ പാസ് എന്ന് എഴുതിയിരിക്കുന്നത് നമ്മൾ ഇപ്പൊ പഠിച്ച 4 ടെൻസിൽ ഏത് ടെൻസിലാണെന്ന് പറയാമോ? ഫ്യൂച്ചർ ആണോ സാർ? ഫ്യൂച്ചർ ആണോ എന്നല്ല, ഫ്യൂച്ചർ ആണ് കേട്ടോ. സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാല് പിന്നെ പ്രസന്റൻസ് നമ്മൾ എഴുതിയില്ലേ സിമ്പിൾ ഫ്യൂച്ചറിന്റെ. ഓക്കെ, ഇതാണ് ഇത് തമ്മിലുള്ള ഒരു ലിങ്ക്. കണ്ടോ? ഒരു ക്ലോസ് പ്രസന്റ് ടെൻസ് ആണെങ്കിൽ അതിന്റെ കണ്ടീഷനായിട്ട് വരുന്ന അടുത്ത ക്ലോസ് അത് സിമ്പിൾ ഫ്യൂച്ചർ ആയിരിക്കും. അത് മറക്കാതിരിക്കുക. ഒന്നുകൂടി പറഞ്ഞുതരോ സാർ? ഒന്നുകൂടി പറഞ്ഞുതരോ അത്? ഓക്കെ. ഇതിനകത്ത് ഒരു ക്യാപ്ഷൻ പോലെ നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു സാധനമുണ്ട്. അതിന്റെ അകത്തേക്കാണ് ഞാൻ വരുന്നത്. ഓക്കെ, അപ്പോ സഹദൂര തന്നെ പോവാ. നോക്കിയേ സഹദൂര. ഓക്കെ, ഇഫ് യു വർക്ക് ഹാർഡ് എന്ന് നമ്മൾ പറയും. അത്രയും വരെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് സിമ്പിൾ പ്രസന്റ് അല്ലേ? ഓക്കെ. ഇനി യു വിൽ പാസ് എന്ന് മാത്രം എടുത്തു കഴിഞ്ഞാൽ അത് സിമ്പിൾ ഫ്യൂച്ചർ അല്ലേ? ഫ്യൂച്ചർ ആണ്. അതെ. ഓക്കെ, ഇതാണ് അതിന്റെ നിയമം. അതായത് കണ്ടീഷണൽ ക്ലോസുകളിൽ ഒരു ക്ലോസ് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അതിന്റെ കൂടെ വരുന്ന ക്ലോസ് സിമ്പിൾ ഫ്യൂച്ചർ ആയിരിക്കും. ഒരു ക്ലോസ് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അതിന്റെ കൂടെ വരുന്നത് എന്തായിരിക്കും? സിമ്പിൾ ഫ്യൂച്ചർ ആയിരിക്കും. ഇപ്പൊ മനസ്സിലായി. ഓക്കെ. ഇനി ആ വിൽ എന്നുള്ളതിന് പകരം വേണമെങ്കിൽ ഷാല് വന്നാലും കുഴപ്പമില്ല, ക്യാൻ വന്നാലും കുഴപ്പമില്ല, മേ വന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല, എങ്ങനെ വേണമെങ്കിലും വരാം. ഓക്കെ, ഇനി അടുത്തൊരു വാചകം നിങ്ങൾ അതിന്റെ അടിയിൽ എഴുതുക. ഇഫ് യു വർക്ക്ഡ്, WORK, വർക്ക്ഡ്, ഹാർഡ്, HARD, ഹാർഡ്. ഇനി ഞാൻ പൂരിപ്പിക്കുന്നില്ല. നോക്കിയേ, നേരത്തെ ഇഫ് യു വർക്ക് ഹാർഡ് എന്നായിരുന്നു. ഞാൻ അതിന്റെ പാസ്റ്റ് ടെൻസ് ആക്കി. ഇഫ് യു വർക്ക് ഹാർഡ് എന്നായി, WORKED. അങ്ങനെയാണെങ്കിൽ ഇഫ് യു വർക്ക് ഹാർഡ്, അടുത്തടുത്ത് യു വർക്ക്ഡ് ഹാർഡ്, യു പിന്നെ ഡാഷ് ഇട്. ഞാൻ ഒന്നുകൂടി പറയാം. ഇഫ് യു വർക്ക്ഡ്, WORKED, വർക്ക് ഹാർഡ്, HARD, ഹാർഡ്, യു ഡാഷ്. ഓക്കെ, സഹദൂര എങ്ങനെ പൂരിപ്പിക്കുന്നത്? ഓരോരുത്തരൊന്നും മനസ്സിലൊന്ന് പൂരിപ്പിച്ചേ. ഇഫ് യു വർക്ക്ഡ് എന്ന് പറയുമ്പോ അത് സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ്. അതിന്റെ കൂടെ പാസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കും വരണേ. അറിയില്ല, എനിക്കറിയില്ല. മനസ്സിലൊന്ന് പറഞ്ഞു നോക്ക്, ചിലപ്പോ നമുക്ക് തോന്നൂലേ ഇത് ഒരു കല്ല് കടിക്കുന്ന. ട്രൈ ചെയ്യാം. ഇഫ് യു വർക്ക്ഡ് ഹാർഡ്, യു ഹാർഡ്, യു
പാസിംഗ് എന്നാണോ? പാസ്ഡ് എന്നാണോ? പാസ്ഡ്. ഓക്കെ, ഓരോരുത്തർക്ക് പറയാനുള്ളതൊക്കെ കേട്ടിട്ട് ലാസ്റ്റ് ചെയ്യാൻ പറ്റും. ഇഫ് യു വർക്ക്ഡ് ഹാഡ് യു പാസ്ഡ്. യു പാസ്ഡ്. ഓക്കെ 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 ഓക്കെ. If you worked hard, you have passed. You have passed. Okay, 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 okay. Yes. അപ്പൊ എന്റെ അടിയിൽ കുറച്ചുകൂടെ എഴുതി കാണിച്ചിട്ടാ. ഓക്കെ, അതിനകത്തൊക്കെ മിസ്റ്റേക്ക് യു ഉണ്ട്. വിൽ പാസ് തന്നെയാണോ സാർ? സെയിം തന്നെയാണോ വരിക? യു മേ പാസ്, യു വിൽ പാസ് എന്നാണ് വരിക. You had passed. യു യു ഹാഡ് മേ പാസ്, പാസ്ഡ്. യു വിൽ പാസ് എന്നാണോ വരിക? അത് തന്നെയാണോ വരിക? ശരി, ഓക്കെ, നമുക്ക് ഇന്ന് തീർക്കണോ? അതിന് വേണ്ടി ഞാൻ അങ്ങോട്ട് വരികയാണ്. ഓക്കെ, അങ്ങനെ വന്നു കഴിഞ്ഞാല് നമ്മൾ അവിടെ ഉപയോഗിക്കുമ്പോൾ ആ വിൽ എന്ന് എഴുതിയേക്കുന്നതിന്റെ കണ്ടീഷണൽ ഫോം ഉപയോഗിക്കാം. വിൽ എന്നുള്ളതിന്റെ കണ്ടീഷണൽ ഫോം എന്താണ്? വുഡ് ആണ്. ക്യാൻ എന്നുള്ളതിന്റെ കണ്ടീഷണൽ ഫോം എന്താണ്? വുഡ് ആണ്. ഷാൽ എന്നുള്ളതിന്റെ കണ്ടീഷണൽ ഫോം എന്താണ്? ഷുഡ് ആണ്. അപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് കുറിച്ച് വെക്കുക. വിൽ ഒരു ഹൈഫൺ ഇട്ടിട്ട് വുഡ്, ക്യാൻ ഒരു ഹൈഫൺ ഇട്ടിട്ട് വുഡ്, ഷാല് ഒരു ഹൈഫൺ ഇട്ടിട്ട് ഷുഡ്. ഓക്കെ ആകില്ല? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടെ വേണ്ടത്, പാസ്റ്റ് ടെൻസ് ആണ് ഒരു ക്ലോസ് എങ്കിൽ അപ്പുറത്ത് വേണ്ടത് യു വുഡ് പാസ് എന്ന്. യു വുഡ് പാസ്. അപ്പൊ അത് നേരത്തെ ഡാഷ് ഇട്ട സ്ഥലത്ത് പൂരിപ്പിക്കും. യു വുഡ് പാസ്, യു വുഡ് പാസ്. അപ്പൊ നമ്മൾ പണ്ടൊക്കെ ഈ രണ്ട് സെന്റൻസ് ഒക്കെ യോജിപ്പിച്ചൊക്കെ ഇപ്പൊ തോന്നിയ ടെൻസ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇല്ലേ? ഇവിടെ ഈസ് കുഴപ്പമില്ല, കിടക്കട്ടെ, കുറച്ചു നേരം ഈസ് കിടന്നതിന് പാസ്. പിന്നെ കുറെ നിയമങ്ങളുണ്ട്. ഒരു സെന്റൻസിൽ ഒരു വശത്ത് ഇത് വന്ന് മറ്റേ വശത്ത് അത് വന്നിരിക്കണം. ഇതൊക്കെ നോക്കാനൊക്കെ നമ്മൾ തകർത്തിട്ടുണ്ട്. അന്ന് നമുക്ക് അറിവില്ലാത്ത പ്രായത്തിലായിരുന്നു. ഇപ്പൊ നമ്മളതിനെ കുറിച്ച് പഠിച്ചു. ഇത് നമ്മൾ തെറ്റിക്കില്ല. ഓക്കെ, ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്. ഇഫ് യു വർക്ക് ഹാർഡ് യു വുഡ് പാസ്. വുഡ് കഴിഞ്ഞാലും റെസിഡൻസ് ഉപയോഗിക്കുന്നുണ്ടോ? യു വുഡ് പാസ്. ഓക്കെ, അതിന്റെ അടിയിൽ അടുത്തൊരു സെന്റൻസ് കൂടി എഴുതി. If you had worked, if you had worked, you dash, Anna Roy. Yes, sir. Okay, ഈ തന്നിരിക്കുന്ന പോലെ ഇഫ് യു ഹാഡ് വർക്ക്ഡ് എന്ന് പറയുമ്പോൾ ഏത് ടെൻസ് ആണ്? അത് പാസ്റ്റ് പെർഫെക്റ്റ്. വെരി ഗുഡ്. ആ പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഇനി അങ്ങനെയാണെങ്കിൽ ബാക്കി ഒന്ന് പൂരിപ്പിക്കാൻ പറ്റുമോ? You had been worked. തെറ്റ്. യു കുഡ് പാസ് എന്നാണോ? യു കുഡ് പാസ്. ശരിയുടെ അരിയത്തിൽ കൂടെ പോയി. ശരിയായിട്ടില്ല. ഒന്നുകൂടിയൊക്കെ എഡിറ്റ് ചെയ്യാനുള്ളത്. യു ക്യാൻ പാസ്. അപ്പൊ ശരിയെന്ന് അകലോട്ട് പോയി. You have passed. യു ഹാവ് പാസ്. ശരിയുടെ അടുത്ത് കൂടെ ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ. You would have എന്ന് വരൂ. അന്നാറോ you would have passed. ഓക്കെ You ഓക്കെ. have been passed. വെറുതെ പറഞ്ഞതാണ് അല്ലെങ്കിൽ ആലോചിച്ച് പറഞ്ഞാണ്? ഇത് ആലോചിച്ച് നോക്കിയതാ. ആലോചിക്കുന്നത്. വെരി ഗുഡ്. യുവർ ആലോചന വളരെ കറക്റ്റ് ആണ്. ശരിയാണത്. നോക്കി, അങ്ങനെ ഇപ്പോഴത്തെ ഹാഡും വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളും ആണെങ്കിൽ ഒരു ക്ലോസ് പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ അപ്പുറത്ത് വുഡ് ഹാവ് എന്ന് ചേർക്കണം. അപ്പൊ ഇരിക്കും ഇഫ് യു ഹാഡ് വർക്ക്ഡ് യു വുഡ് ഹാവ് പാസ്ഡ്. PASSED പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതാവട്ടെ. വുഡ് ഹാവ് പാസ്ഡ്. PASSED. യു വുഡ് ഹാവ് പാസ്ഡ്. ഇത് മൂന്നും ഒരു ഗുളിക പോലെ, ക്യാപ്സൂൾ പോലെ പഠിച്ചു വെച്ചേക്കാം. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്. ഇഫ് യു വർക്ക് ഹാർഡ് യു വുഡ് പാസ്. ഇഫ് യു ഹാഡ് വർക്ക്ഡ് യു വുഡ് ഹാവ് പാസ്ഡ്. അത് അങ്ങാടിക്കാണ് വാക്കുകളൊക്കെ മാറ്റിയാൽ മതി. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ യു വുഡ് ഹാവ് പാസ്ഡ്. ആ വുഡ് എന്നുള്ള സ്ഥലത്ത് ഫുഡ് ആയാലും കുഴപ്പമില്ല,
ഷുഡ് ആയാലും കുഴപ്പമില്ല. നേരെ മറിച്ച് വില്ല് വരില്ലെന്ന് പറയുന്നത്. എല്ലാ കണ്ടീഷൻ ഫോമും അവിടെ ഉപയോഗിക്കും. യെസ്. അപ്പോ ഇത് മൂന്നും ഒരു സ്ഥലത്തേക്ക് ഒന്ന് മാറ്റി നിങ്ങൾ ഭംഗിയായിട്ട് പിന്നീട് അത് എഴുതി വെച്ച് ഒരു ക്യാപ്ഷൻ പോലെ പഠിച്ചു വെക്കുക. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്. ഇഫ് യു വർക്ക് ഹാർഡ് യു വുഡ് പാസ്. ഇഫ് യു ഹാഡ് വർക്ക്ഡ് യു വുഡ് ഹാവ് പാസ്ഡ്. ഇതൊരു ക്യാപ്ഷൻ. അപ്പൊ നമുക്ക് പറയാം. പറയുന്നത് ഇതാണ്. അതായത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇപ്പൊ പറയാനായിട്ട് പറ്റിയ ഒരാള് അഫ്ന, യെസ് സർ, പറയൂ സർ. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ് എന്ന് പറഞ്ഞില്ലേ, അതുപോലത്തെ ഒരു വാചകം പറഞ്ഞ് വേറൊരു വാചകം പറഞ്ഞു. If you try hard. ട്രൈ ഒക്കെ വിടുന്നേ. ഇപ്പൊ മകനോട് പറയണം, അല്ലെങ്കിൽ മകളോട് നീ എന്റെ കൂടെ വരികയാണെങ്കിൽ ഞാൻ നിനക്കൊരു സാധനം വാങ്ങിച്ചു എന്ന് പറഞ്ഞു. You will come with me. ഇഫ് യു കം വിത്ത് മീ. വേണ്ട, കംപ്രസൻ. ഇഫ് യു come with me. എന്തൊരു സാർ സെന്റൻസ് എന്തായിരുന്നു? നീ എന്റെ കൂടെ വരികയാണെങ്കിൽ ഇഷ്ടമുള്ള ആക്കിക്കോ. If you come with me, I will buy a dress for you. I will buy a dress for you. കറക്റ്റ് ആണ്. ഇഫ് യു കം വിത്ത് മീ, നീ എന്റെ കൂടെ വരികയാണെങ്കിൽ ഐ വിൽ ബൈ എ ഡ്രസ് ഫോർ യു. നിനക്ക് വേണ്ടി ഞാനൊരു ഡ്രസ് വാങ്ങാം. ഇനി കം എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് പറ. If you came with me, I will buy a. അവിടെ തെറ്റി. കെയും പാസ്റ്റ് ടെൻസ് വരുമ്പോ നമ്മൾ ആ ക്യാപ്ഷൻ ഒന്ന് നോക്കി. വില്ലല്ല വരാം. സാർ ഇറക്കി ക്ലാസ് മിസ്സായി പോയി ഒരു 10-15 മിനിറ്റ്. അതിൽ പറ്റുന്ന അത് അപ്പൊ വുഡ് ആവും. വുഡ്. If you came with me, I would buy a dress for you. Okay. പറയാം. If you had come with me, I would have bought a dress for you. ഓക്കെ. അത് ആ ക്യാപ്ഷൻ നോക്കിയിട്ട് പറയാം. ഷഫ്രീനെ ഒന്ന് പറഞ്ഞു സർ. 3 സെന്റൻസുകൾ. ഇഫ് യു അതാണോ അതിലെ സെന്റൻസിന്റെ അതാണോ? അത് വേറെ രീതിയിൽ പറഞ്ഞു, വേറെ വാക്കുകൾ ഉപയോഗിച്ച് പറഞ്ഞു. If you make food, I will enjoy it. Very good. If you make food, makes a make. If you make food, make എന്ന് പറഞ്ഞത്. ഓക്കെ. വെരി ഗുഡ്. ഞാൻ പാസ്റ്റ് ടെൻസ് പറയാം. ഞാൻ തന്നെയാണോ പറയണ്ടേ? അതിന് ഒരാൾക്ക് 3 സെന്റൻസ് പറയണം. യെസ്, പറഞ്ഞു. ഓക്കെ. If you made ആണോ സെക്കൻഡ് ഫോം വരും? If you made food, I would eat it. I would eat. വുഡ് വരുമ്പോ കറക്റ്റ് ആയത്. വുഡ് വരുമ്പോ. അടുത്തത്. If you had made food. If you had made food. Okay. Made എന്നാണോ മേക്ക്ഡ് എന്നാണോ വരിക? മേക്ക്ഡ് അല്ല, മെയ്ഡ് തന്നെയാണ്. നമ്മളിപ്പോ ഒരു സാധനം മെയ്ഡ് ഇൻ ജപ്പാൻ, മെയ്ഡ് ഇൻ ചൈന എന്നൊക്കെ okay. If you had made food, I would have ate it. I would have ate past participle. I would have eaten. I would have eaten. Okay. ശരിയാണ്, കറക്റ്റ് ആണ്. ഓക്കെ. സാർ, ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തത് എൻജോയ് ആണ്. അപ്പം പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരുമ്പോ എൻജോയ്ഡ് തന്നെയല്ലേ വരിക? എൻജോയ്ഡ് തന്നെയല്ലേ വരിക? enjoyed. ഓക്കെ. ഇതേപോലെ ഒരു 3 സെന്റൻസ് പറഞ്ഞ് നല്ല രസകരമായിട്ട് കോമഡി ആയിട്ടുള്ള വാചകം പറയാനേ. If you watch movie with me,
I will take your ticket. അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ആ വാച്ച് എന്നുള്ളത് നമുക്കാണെങ്കിൽ if you come with me, I will take the ticket. If you come with me to the theater, I will take the ticket. Okay. സാരമില്ല, പറഞ്ഞു. രണ്ടാമത്തെ പാട്ട് വേറെ പറഞ്ഞു, വേറെ എന്തെങ്കിലും പറഞ്ഞു. പിന്നെ എന്താ പറയാ, if you came with me, I would took ticket. I would buy ticket. Yes. If you have come with me, if you have come with me, I should take ticket. Take ticket. Have ഉപയോഗിക്കാൻ പറ്റുമോ? ഷുഡ് മാത്രം പറഞ്ഞോളൂ. Should I should take ticket. ഷുഡ് ഹാവ് പറഞ്ഞില്ല, ഹാവ് കൂടി വേണം. ഷുഡ് ഹാവ് പറയണല്ലേ? ഓ, അതെനിക്ക് ക്ലിക്ക് ആയില്ല. I should have take ticket. പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരുമ്പോ taken. അല്ല, taken അല്ല, took. ടെൻഷൻ അടിക്കില്ല. ടേക്ക് പ്രസന്റ് ടെൻസ്, took past tense, taken past participle. അപ്പോ അത് if you had come with me, I should have taken ticket. ഓക്കെ, ശരിയാണ്. ഇനി ആർക്കെങ്കിലും ഇതുപോലെ മൂന്നെണ്ണം പറയാൻ പറ്റൂ? അപ്പൊ ഞാൻ പറഞ്ഞ യെസ്, if you അനീഷ വെരി ഗുഡ്. if you marry me, I would look എന്ന് പറയുന്നത് ലുക്ക് കേട്ടാ. യെസ്, ഓക്കെ ഓക്കെ. ഇങ്ങനെയൊക്കെയുള്ള സെന്റൻസുകൾ ഞാൻ ഉദ്ദേശിച്ചത് നല്ല കോമഡി ആയിട്ട് പറയും, മറക്കാതിരിക്കാൻ വേണ്ടി. ഓക്കെ 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 ഓക്കെ. ഞാൻ ഈ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ച് പറയുന്ന വാചകമുണ്ട്. ഇപ്പൊ നമുക്ക് പറയാനില്ല, അടുത്ത വർഷം പോയി. ഞാനിന്ന് വേറെ ഒന്നും ഡൈറ്റൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചാൽ വന്നത്, പക്ഷെ സമയത്തിന്റെ തികവില് കഴിഞ്ഞു പോയി. ഇപ്പൊ 11:29. ഇപ്പൊ ഞാൻ പറയുകയാണ്, ഇത് നിങ്ങൾ മറക്കാതിരിക്കുക. സിമ്പിൾ പ്രസന്റ് അല്ല, if you work hard you will pass. if you work hard you will pass. if you had work pass. if you read correctly we will enjoy. yes, if you read അല്ല read. okay. അപ്പോ അതൊരു ക്യാപ്ഷൻ പഠിച്ചു നോക്കുക. അതിന്റെ 2-3 എക്സസൈസ് നമുക്ക് അടുത്ത പ്രാവശ്യം ചെയ്യിപ്പിച്ചിട്ട് അടുത്ത കാര്യങ്ങളിലേക്ക് നമുക്ക് ചെയ്യാം. ഓക്കെ, സോ നിങ്ങളുടെ പ്രകടനം സൂപ്പർ ആയിരുന്നു. Very good. We will meet in the next class next time. Okay. Bye.